നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊന്ന കേസിൽ വിവാദത്തിലായ അമ്മ ശ്രീതുവിന്റെ രണ്ടാം ഭർത്താവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവാദത്തിൽപ്പെട്ട ജ്യോതിഷി ശംഖുമുഖം ദേവിദാസന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലാണ് ഈ പരാമർശമുണ്ടായത്. കുറച്ചുനാൾ മുമ്പ് തന്നെ ശ്രീതുവും മറ്റൊരാളും കാണാൻ വന്നു എന്നും കൂടെ വന്നയാളെ ഭർത്താവെന്ന് പരിചയപ്പെടുത്തിയെന്നും ദേവിദാസ് വീണ്ടും ആരോപിക്കുകയാണ്. തനിക്കും ഭർത്താവിനും ദേവസ്വം ബോർഡിലാണ് ജോലിയെന്ന് ശ്രീതു പറഞ്ഞുവെന്നാണ് വെളിപ്പെടുത്തൽ. ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയില്ലെന്നും ശ്രീതു പറഞ്ഞതായി നേരത്തെ ജ്യോതിഷി വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇയാളാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന സംശയം ഉയർന്നിരുന്നു. ഇയാളാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന് ശ്രീതു പരിചയപ്പെടുത്തിയിരുന്നതെന്ന് ജ്യോതിഷി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ദേവസ്വം ബോർഡിലെ ജോലിക്കാര്യം ജ്യോതിഷി പറഞ്ഞിരുന്നില്ല. ബാലരാമപുരത്ത് പല നിർണായക ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരമില്ല. ഇതിനിടെയാണ് ശംഖുമുഖം ദേവിദാസൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ബാലരാമപുരത്ത് ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ ജ്യോതിഷിയുമായി ബന്ധപ്പെട്ട് ശ്രീതുവിന് ഒരു മാർഗനിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും ശ്രീതു തല മുണ്ഡനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നുമാണ് ശംഖുമുഖം ദേവിദാസൻ പറയുന്നത്. വാഹനവും വീടും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 36 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് ചോദിച്ചിരുന്നു. ഇക്കാര്യം ഞാൻ നിഷേധിച്ചു. തെളിവുകൾ ഉണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നതാണ് എനിക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. തെളിവുകൾ പരിശോധിക്കാനായി ഫോണുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. 36 ലക്ഷം ഞാൻ തട്ടിയെന്ന് അവർ പരാതി കൊടുത്തതിന്റെ കാരണം എനിക്കറിയില്ല. ബ്ലാക്ക് മെയിൽ ആയിരുന്ന ഉദ്ദേശമെന്ന സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ദേവിദാസൻ പറയുന്നത്. ചോദ്യം ചെയ്യാൻ വരാമെന്ന് അറിയിച്ചിട്ടും പോലീസ് ബലമായി പിടിച്ചു കൊണ്ടുപോയി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളനായി പോലീസ് തന്നെ ചിത്രീകരിച്ചു. ഹരികുമാർ എന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവന്റെ ശമ്പളം വാങ്ങാൻ അമ്മയും സഹോദരിയും മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. 3 മാസം അയാൾ എന്റെ അടുത്ത് ജോലി ചെയ്തു. പിന്നീട് അയാളെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ജനുവരി 30 വ്യാഴാഴ്ചയാണ് കാണാതായ 2 വയസ്സുകാരിയെ മരിച്ച നിലയിൽ സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ച് കുറ്റം ഏറ്റെടുത്ത ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ്. അടുത്തിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അമ്മ ശ്രീതുവും അറസ്റ്റിലായിരുന്നു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഷിജു എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡിൽ സെക്ഷൻ ഓഫീസർ ജോലിയുടെ വ്യാജ നിയമന ഉത്തരവ് നൽകി 10 ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത്. സാമ്പത്തിക തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ പണം മുഴുവൻ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ജ്യോത്സ്യനായ ദേവിദാസന് കൈമാറിയെന്നാണ് ശ്രീതു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രദേശത്തെ ഒരു സ്കൂളിലെ PTA അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീതുവിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇവരിൽ ചിലർ പോലീസിൽ യുവതിക്കെതിരെ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ദേവിദാസനും ശ്രീതുവിനുമെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. 6 മാസം മുമ്പാണ് അവസാനമായി ശ്രീതുവിനെ കണ്ടതെന്നും അന്ന് ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ രണ്ടാം ഭർത്താവെന്നാണ് തനിക്ക് പരിചയപ്പെടുത്തിയതെന്നും ദേവിദാസൻ പോലീസിനോട് പറയുന്നുണ്ട്.